വി.എസ്. അച്യുതാനന്ദൻ മരിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട നടൻ വിനായകനെതിരെ കേസെടുക്കില്ല എന്ന് കൊച്ചി സൈബർ പോലീസ് വ്യക്തമാക്കുകയാണ്. ആധുനിക കവിത എന്ന നിലയ്ക്കാണ് താൻ പോസ്റ്റ് ഇട്ടത് എന്ന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു. എസ് രാഗിൻ ചേരുന്നു. രാഗിൻ, ആധുനിക കവിത വല്ലാത്തൊരു ആധുനികതയായിപ്പോയി എന്നത് വായിച്ച ആർക്കും മനസ്സിലാകും. നേരത്തെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പോസ്റ്റ് ഇട്ടതാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ പോസ്റ്റ് ഇട്ടതാണ്. വി.എസ്. അച്യുതാനന്ദൻ മരിച്ചതിന് പിന്നാലെയും ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. എന്തുകൊണ്ട് വിനായകനെ സംരക്ഷിക്കുന്നു പോലീസ്? അതായത് വി.എസ്. അച്യുതാനന്ദൻ മരിച്ച ഘട്ടത്തിൽ വിനായകൻ അഭിവാദ്യം അർപ്പിച്ചിരുന്നു. തുടർന്ന് വിനായകനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി. കാരണം അന്ന് മുൻപ് ഉമ്മൻചാണ്ടി മരിച്ച ഘട്ടത്തിൽ അന്ന് അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിലപാടിലെ വൈരുദ്ധ്യമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ സൈബർ ആക്രമണം ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് വിനായകൻ ഒരു പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. പക്ഷേ ആ പോസ്റ്റ് അധിക്ഷേപാർഹമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ഇതിനോടകം വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പേർ ആ വിവാദ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. പലരും ചത്തു എന്ന് തുടങ്ങുന്ന പോസ്റ്റുകളാണ് അതിലുണ്ടായിരുന്നത്. പല പ്രമുഖരുടെ അടക്കം പേരുകളും ഉണ്ടായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പരാതിയാണ് സൈബർ പോലീസിന്റെ മുന്നിലേക്ക് പ്രധാനമായും എത്തിയത്. ഈ ഘട്ടത്തിലാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വിനായകനെ പോലീസ് സംഘം ചോദ്യം ചെയ്തത്. അതിൽ വിനായകൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇത് ഒരു കവിത, ആധുനിക കവിത എന്ന നിലയിലാണ് താൻ അത് എഴുതിയിരിക്കുന്നത്, അത് റാപ്പ് സോങ് ആയി പുറത്തിറക്കാനിരിക്കുകയായിരുന്നു തുടങ്ങിയ വാദഗതികളാണ് വിനായകൻ പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു, സൈബർ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസ് പറയുന്നത് ആ ഒരു പോസ്റ്റിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ കഴിയുന്ന കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ കുറ്റകൃത്യം അട്രാക്ട് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കാരണം ചത്തു എന്ന ഒരു വാക്ക് അതിലുണ്ട്, പല പ്രമുഖരുടെ അടക്കം പേരുകളുണ്ട്. അത് ഒരു സൈബർ ക്രൈമിലേക്ക് വരുന്ന, അധിക്ഷേപാർഹമായ പോസ്റ്റിന്റെ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ സൈബർ പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ടും വിനായകനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം വന്നപ്പോൾ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നു. ആ പോസ്റ്റ് വിനായകൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ചോദിച്ച ആളുടെ കുട്ടിയുടെ ചിത്രം, പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ചിത്രമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ കേസെടുക്കാൻ കഴിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഒരുപാട് അധിക്ഷേപാർഹമായിട്ടുള്ള പോസ്റ്റുകൾ യേശുദാസിനടക്കം അടൂർ എതിരെ അടക്കം വിനായകൻ ഇട്ടിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം സോറി പറയുന്ന നിലയും ഒക്കെ ഉണ്ടായിരുന്നു. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കവിതാ നിരൂപണത്തിലേക്ക് കേരള പോലീസ് കടന്നിട്ടുണ്ട്. വിനായകൻ്റേത് ഉത്തമമായ ആധുനിക കവിത എന്ന ശ്രേണിയിൽപ്പെടുത്തി കേസെടുക്കുന്നില്ല എന്ന ഒരു സ്വരമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.